പുതിയ പ്രസൻറ്റേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പവർ ഇലക്ട്രോണിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ബിലോങ്സ് ടു അനലോഗ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അനലോഗ് ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക്സാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക്സും പവർ ഇലക്ട്രോണിക്സും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അനലോഗ് ഇലക്ട്രോണിക്സ് 2 ആംപിയർ വരെയുള്ള കറണ്ടും 30 വോൾട്ട് വരെയുള്ള വോൾട്ടേജും ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ്. പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് എന്ന് വെച്ചാൽ 2 ആംപിയർ മുതൽ ആയിരക്കണക്കിന് ആംപിയർ വരെയുള്ള കറണ്ടും 30 വോൾട്ട് മുതൽ ആയിരക്കണക്കിന് വോൾട്ട് വരെയുള്ള വോൾട്ടേജും ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ്. അതായത് അനലോഗ് ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ ലോ പവർ ഡിവൈസസ് ആണ്, പവർ ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ ഹൈ പവർ ഡിവൈസസ് ആണ്. അപ്പോൾ ഒരുപാട് പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഉണ്ട്. SCR, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, ഡയാക്ക്, ട്രയാക്ക്, UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ, JFET, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, എക്സെട്ര. അപ്പോൾ ഈ പ്രസൻറ്റേഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് SCRനെ കുറിച്ചിട്ടാണ്. SCR എന്ന് വെച്ചാൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. അതിനെ നമ്മൾ തൈറസ്റ്റർ എന്നും കൂടി വിളിക്കും. സിലിക്കൺ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു കൺട്രോൾഡ് റെക്ടിഫയർ, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. സിലിക്കണോടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ കൺട്രോൾഡ് റെക്ടിഫയർ. ഇതൊരു 4 ലെയർ ഡിവൈസാണ്. അത് PN 4 ലെയേഴ്സ് ഉണ്ട്, 3 ടെർമിനൽസ് ഉണ്ട്. ആനോഡ്, കാഥോഡ്, ഗേറ്റ്. And there are 3 junctions, J1, J2 and J3. ഇതാണ് SCRൻ്റെ സിമ്പൽ. ആനോഡ്, കാഥോഡ്, ഗേറ്റ്. ആ കൺസ്ട്രക്ഷൻ ഓഫ് കാഥോഡാണ് പറയാൻ പോകുന്നത്. പറഞ്ഞു 4 ലെയർ 3 ടെർമിനൽ ഡിവൈസസ് ആണ്. 4 ലെയർ 4 ലെയേഴ്സ് നിർമ്മിച്ചിട്ടുള്ളത് P ടൈപ്പ് ആൻഡ് N ടൈപ്പ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ അൾട്ടർനേറ്റ്ലി. ഒരു P ടൈപ്പ് മെറ്റീരിയൽ, പിന്നെ ഒരു N ടൈപ്പ് മെറ്റീരിയൽ, P ടൈപ്പ് മെറ്റീരിയൽ, N ടൈപ്പ് മെറ്റീരിയൽ. അതിൽ ഔട്ടർ ലെയേഴ്സ്, ഈ ആനോഡ്, കാഥോഡ് ടെർമിനൽസുള്ള ഔട്ടർ ലെയേഴ്സ് ഹെവിലി ഡോപ്ഡ് ആണ്. ഇന്നർ ലെയേഴ്സ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഈ ആനോഡ് എടുത്തിട്ടുള്ളത് ഔട്ടർ P ലെയർ എന്നാണ്. കാഥോഡ് എടുത്തിട്ടുള്ളത് ഔട്ടർ N ലെയർ എന്നാണ്. ഗേറ്റ് എടുത്തിട്ടുള്ളത് ഇന്നർ P ലെയർ എന്നാണ്. ഇത് നമ്മൾ സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ SCR നിർമ്മിച്ചിട്ടുള്ളത് പറഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സിലിക്കണ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ ലീക്കേജ് കറണ്ട് കുറവാണ് ആസ് കമ്പയർഡ് ടു ജെർമേനിയം സെമി കണ്ടക്ടർ. വർക്കിംഗ് ഓഫ് SCR ആണ് പറയാൻ പോകുന്നത്. ദർ ആർ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഇൻ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ. വൺ ഈസ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, ദാറ്റ് ഈസ് ഓഫ് സ്റ്റേറ്റ്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്, ഓൺ സ്റ്റേറ്റ്, ആൻഡ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്, ദാറ്റ് ഓൾസോ ഓഫ് സ്റ്റേറ്റ്. ഫസ്റ്റത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ ആനോഡിലേക്ക് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യും ബാറ്ററിയുടെ, കാഥോഡിലേക്ക് നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യും. ഗേറ്റ് ഓപ്പൺ ആയിരിക്കും, ഗേറ്റിലേക്ക് സപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ഈ ഒരു കണ്ടീഷനിൽ ജംഗ്ഷൻസ് J1 ആൻഡ് J3 ആർ ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ജംഗ്ഷൻ J2 ഈസ് റിവേഴ്സ് ബയസ്ഡ്. അപ്പോൾ ജംഗ്ഷൻ J2 ആനോഡ് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. അതായത് ഒരു ഓപ്പൺ സ്വിച്ച് പോലെ, നമ്മളെ
റിവേഴ്സ് ബയസ്ഡ് ഡയോഡ് പോലെ ആക്ട് ചെയ്യും എന്ത് SCR. അപ്പോൾ അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ SCR ഒരു ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. ചെറിയൊരു ലീക്കേജ് കറണ്ട് മാത്രമേ അതിലൂടെ പാസ് ചെയ്യുള്ളൂ. ആദ്യത്തെ മോഡ് നമ്മൾ പറഞ്ഞ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. നമ്മൾ ആനോട്ട് കാഥോഡ് ഒരു ഫോർവേഡ് വോൾട്ടേജ് കൊടുത്താലും ജംഗ്ഷൻ J2 റിവേഴ്സ് ബയസ് ആയതുകൊണ്ട് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു മോഡിലേക്ക് മാറ്റണം. ആ മോഡിന് പറയുന്ന പേരാണെന്ത്? ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡ്. ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡിലേക്ക് SCRനെ രണ്ട് രൂപത്തിലെത്തിക്കാം. ഒന്ന്, ഗേറ്റിലേക്ക് ഒരു പോസിറ്റീവ് പൾസ് കൊടുക്കുക വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. ആ സമയത്ത് ജംഗ്ഷൻ J2 ഫോർവേഡ് ബയസ് ആവും, SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ്, നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു, പക്ഷെ അത് കണ്ടക്ട് ചെയ്തില്ല. അപ്പോൾ ഈ പോസിറ്റീവ് വോൾട്ടേജിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുക. ആ എമൗണ്ട് SCRൻ്റെ റേറ്റഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഉണ്ടാവും. ആ ബ്രേക്ക് ഓവർ വോൾട്ടേജിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ജംഗ്ഷൻ J2-ൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. പിന്നെ അത് SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു ക്ലോസർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഗേറ്റിലുള്ള കൺട്രോൾ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഗേറ്റ് പൾസ് റിമൂവ് ചെയ്താലും SCR കണ്ടക്ട് ചെയ്യും. ഗേറ്റ് ട്രിഗറിങ് മെത്തേഡാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ നോർമൽ കേസിൽ ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡിൽ ഒരു SCRൻ്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് 1 to 2 വോൾട്ടിന് ഇടയിലാണ്. 1.4 വോൾട്ടൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. SCR ആയിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഹോൾഡിംഗ് കറണ്ട് ആൻഡ് ലാച്ചിങ് കറണ്ട്. ലാച്ചിങ് കറണ്ട് ടേൺ ഓൺ പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഹോൾഡിംഗ് കറണ്ട് ടേൺ ഓഫ് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടതാണ്. Latching current is defined as it is the minimum value of anode current which it must attain during turn-on process to maintain the conduction when gate pulse is removed. Gate pulse remove ചെയ്താലും SCR കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആനോഡ് കറണ്ട് ലാച്ചിങ് കറണ്ടിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ഇനി ഹോൾഡിംഗ് കറണ്ടോ? SCR can be turned off or returned to forward blocking state only if the forward current falls below a low level current called holding current. SCRനെ ടേൺഡ് ഓഫ് ആക്കണമെങ്കിൽ ആനോഡ് കറണ്ട്, ദാറ്റ് ഈസ് ഫോർവേഡ് കറണ്ട്, ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും റെഡ്യൂസ് ചെയ്യണം. അതായത് അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, SCRലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും കുറച്ചാലേ SCRനെ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ നിന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലേക്ക് മാറ്റാൻ പറ്റൂ. അതായത് ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റൂ. Value of latching current is more than holding current. ലാച്ചിങ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിൽ കൂടുതലായിരിക്കും, 2 to 3 times കൂടുതലായിരിക്കും. ഹോൾഡിംഗ് കറണ്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ലാച്ചിങ് കറണ്ട്. മൂന്നാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ ആനോഡിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യും, കാഥോഡിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യും. ഗേറ്റിൽ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല. സമയത്ത് ജംഗ്ഷൻ J1 റിവേഴ്സ് ബയസ്ഡ് ആവും, J3 ആൾസോ റിവേഴ്സ് ബയസ്ഡ് ആവും, J2 ഫോർവേഡ് ബയസ്ഡ് ആവും. സമയത്ത് SCRലൂടെ ചെറിയൊരു ലീക്കേജ് കാരണം മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ, നമ്മളെ നോർമൽ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ പോലെ. ഇനി നമ്മൾ ഈ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ് ബിയോണ്ട് ദി വാല്യൂ ദാറ്റ് ഈസ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VBRനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് J1 J3 ജംഗ്ഷനുകളിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. വലിയൊരു റിവേഴ്സ് കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. ആ റിവേഴ്സ് കറണ്ട് മൂലം SCR പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്.
SCRൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഫോർവേഡ് ബ്ലോക്കിംഗ് ആൻഡ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡുകളാണ് കാണിച്ചിട്ടുള്ളത്. SCRൻ്റെ ആനോഡിലേക്ക് പോസിറ്റീവും കാഥോഡിലേക്ക് നെഗറ്റീവും സപ്ലൈ കൊടുത്തു. അപ്പോൾ ആദ്യം അത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ ആയിരിക്കും. പിന്നെ നമ്മൾ ആ ഫോർവേഡ് വോൾട്ടേജ് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് VBO എന്ന് വെച്ചാൽ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തിയാൽ SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗേറ്റിൽ പൾസ് കൊടുക്കണം. ഗേറ്റിൽ പൾസ് കൊടുത്താൽ IG1, IG2, IG3 3 ഗേറ്റ് പൾസസ് കാണിച്ചിട്ടുണ്ട്, ഗേറ്റ് കറണ്ടുകൾ കാണിച്ചിട്ടുണ്ട്. IG3 മോർ ദാൻ IG2 മോർ ദാൻ IG1. അപ്പോൾ ഗേറ്റ് പൾസിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് SCR ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് മാറും. ഇതിൽ ലാച്ചിങ് കറണ്ട് കാണിച്ചിട്ടുണ്ട്, ഹോൾഡിംഗ് കറണ്ട് കാണിച്ചിട്ടുണ്ട്. ലാച്ചിങ് കറണ്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് turn on process and holding current is associated with turn off process. Latching current 2 to 3 times more than holding current. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആനോഡിലേക്ക് നെഗറ്റീവ് ടെർമിനലും കാഥോഡിലേക്ക് പോസിറ്റീവ് ടെർമിനലും കൊടുക്കുന്ന സമയത്ത് ജംഗ്ഷൻ J1 and J3 റിവേഴ്സ് ബൈസ് ആയിരിക്കും. അപ്പോൾ ഒരു സ്മോൾ ലീക്കേജ് കറണ്ട് മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ കൊടുക്കുന്ന റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ദാറ്റ് ഈസ് VBR-നെക്കാട്ടിലും കൂടിയാൽ ജംഗ്ഷൻ J1 and J3 ജംഗ്ഷനുകളിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും, ഹൈ റിവേഴ്സ് കറണ്ട് പാസ് ചെയ്യും. അതാണ് തേർഡ് ക്വാഡ്രൻറ്റിൽ കാണിച്ചിട്ടുള്ളത്. SCR ടേൺ ഓഫ്. SCRൻ്റെ ടേൺ ഓഫ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേഷൻ. SCR നമുക്കൊരു പോസിറ്റീവ് ഗേറ്റ് പൾസ് കൊടുത്തിട്ട് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ ഗേറ്റ് ടെർമിനൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ ആനോഡ് കറണ്ട് ദാറ്റ് ഈസ് ഫോർവേഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും കുറയ്ക്കണം. ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് SCRൻ്റെ ആനോഡ് ടു കാഥോഡ് ഒരു ഷോർട്ടനിങ് വയർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഓഫ് ചെയ്യേണ്ട സമയത്ത് SCRൻ്റെ ആനോഡ് ടു കാഥോഡ് ഷോർട്ടാക്കും. ആ സമയത്ത് ലോഡ് കറണ്ട് ആ ഷോർട്ടനിങ് വയറിലൂടെ പാസ് ചെയ്യും. അപ്പോൾ SCRൽ കൂടെയുള്ള കറണ്ട് SCRൻ്റെ ആനോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും കുറയും. ആ സമയത്ത് SCR ടേൺ ഓഫ് ആവും. ഇനി രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഈ ലോഡ് സർക്യൂട്ടിൽ ഒരു സ്വിച്ച് S2 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓപ്പൺ ആക്കുന്ന സമയത്ത് SCRലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ദാറ്റ് ഈസ് ആനോഡ് ടു കാഥോഡ് കറണ്ട് ലെസ് ദാൻ ഹോൾഡിംഗ് കറണ്ട്. ആ സമയത്തും നമുക്ക് SCRനെ ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ നമ്മൾ SCRനെ ഒരു സെമി കൺട്രോൾഡ് ഡിവൈസ് എന്ന് വിളിക്കും. കാരണം ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓൺ ബട്ട് നോട്ട് ഓഫ് വിത്ത് എ ഗേറ്റ് പൾസ്. ഒരു ഗേറ്റ് പൾസ് ഉപയോഗിച്ചിട്ട് SCRനെ ടേൺ ഓൺ ചെയ്യാം, പക്ഷേ ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ ആനോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും കുറക്കണം. ഇനി ആനോഡ് ടു കാഥോഡിന് അക്രോസ് നമ്മളൊരു AC സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് ആനോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും കുറയും. ആ സമയത്ത് SCR ടേൺഡ് ഓഫ് ആവും. SCRൻ്റെ ഓപ്പറേഷൻ വിത്ത് AC സപ്ലൈ ആണ്. ഒരു AC പവർ സോഴ്സ് കാണിച്ചിട്ടുണ്ട്. SCRൻ്റെ ഗേറ്റ് സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ R1, പൊട്ടൻഷ്യോമീറ്റർ R2, ഡയോഡ് D1. ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ളത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഗേറ്റിലേക്ക് നെഗറ്റീവ് കറണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഗേറ്റ് കറണ്ട്
IG ഇൻക്രീസ് ചെയ്യും. ഗേറ്റ് കറണ്ട് ട്രിഗർ ലെവലിൽ എത്തുന്ന സമയത്ത് ഒരു ട്രിഗർ ആവാൻ വേണ്ടി ഒരു മിനിമം ഗേറ്റ് കറണ്ട് വേണ്ടി വരും. ആ ലെവലിൽ എത്തുന്ന സമയത്ത് SCR ഓണാവും. ലോഡിലൂടെ കറണ്ട് IL പാസ് ചെയ്യും. പിന്നെ ഗേറ്റ് കറണ്ട് ട്രിഗറിങ് വാല്യൂവിനെക്കാട്ടിലും കുറഞ്ഞാലും SCR കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം SCR ഒരു തവണ ഓൺ ചെയ്താൽ പിന്നെ ഗേറ്റിന് കൺട്രോൾ നഷ്ടപ്പെടും. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങുന്ന സമയത്ത് ഈ ആനോഡ് കറണ്ട്, ഫോർവേഡ് കറണ്ട് അല്ലെങ്കിൽ ലോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും കുറയും. ആ സമയത്ത് SCR ഓഫാവും. ആ സമയത്ത് നമുക്ക് ലോഡ് കറണ്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഗേറ്റ് ട്രിഗറിങ് കറണ്ട് ആവുന്ന സമയത്ത് SCR ഓണാവും. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങുന്ന സമയത്ത് ലോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിൽ കുറയും, SCR ഓഫാവും. ഇതാണ് AC സപ്ലൈയിൽ SCRൻ്റെ വർക്കിംഗ്. അപ്ലിക്കേഷൻസ് ഓഫ് SCR പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ മോട്ടോറുകളുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DC മോട്ടോറിൻ്റെ സ്പീഡും അതുപോലെ AC മോട്ടോറുകളുടെ സ്പീഡും SCR വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ ഫിഗറിൽ കാണിച്ചുള്ളതൊരു DC സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡാണ്. നമുക്കറിയാം DC ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യുക. ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്താൽ സ്പീഡ് ഇൻക്രീസ് ആവും. രണ്ടാമത്തത് ആർമേച്ചർ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുക. ആർമേച്ചർ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്താൽ സ്പീഡ് കുറയും. ഇതിൽ നമ്മൾ ആർമേച്ചർ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫീൽഡിലേക്ക് ഈ AC സപ്ലൈ ഒരു ഫുൾ വേവ് റെക്ടിഫയർ വെച്ചിട്ട് ഫീൽഡിലേക്ക് റേറ്റഡ് വോൾട്ടേജ് കൊടുക്കും. ആർമേച്ചറിലേക്ക് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത് ഒരു ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ 2 SCRഉം 2 ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫുൾ കൺട്രോൾഡ് ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ 4 SCR ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ SCR 1 ഇതാദ്യം ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലേക്ക് ആയിരിക്കും. നമ്മൾ ഗേറ്റ് ട്രിഗർ ചെയ്താൽ, ഗേറ്റിലേക്ക് സപ്ലൈ കൊടുത്താൽ, പൾസ് കൊടുത്താൽ SCR 1 ഓണാവും. ആ ഒരു ഇൻ്റർവെല്ലിനെ പറയുന്ന പേരാണ് ഫയറിംഗ് ആംഗിൾ. ഫയറിംഗ് ആംഗിൾ എന്ന് വെച്ചാൽ phase angle of the AC supply voltage when the gate current is applied and thyristor turn on. നമുക്ക് ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫയറിംഗ് ആംഗിൾ കുറച്ചാൽ പെട്ടെന്ന് SCR ഓണാവും. ഓക്കെ, അപ്പോൾ SCR 1 പോസിറ്റീവ് ഹാഫ് സൈക്കിൾ SCR 1 കണ്ടക്ട് ചെയ്യും. ഗേറ്റ് പൾസ് നമ്മൾ കൊടുത്താൽ അത് ആർമേച്ചറിലൂടെ ഡയോഡ് D3 വഴി ന്യൂട്രലിലേക്ക് എത്തും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ SCR 2 എന്തായിരിക്കും? ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലേക്കായിരിക്കും. നമ്മൾ ഗേറ്റ് പൾസ് കൊടുക്കുന്ന സമയത്ത് SCR 2 ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡിലേക്ക് എത്തും. ആർമേച്ചർ വഴി D1 വഴി ഫേസിലേക്ക് എത്തും. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആർമേച്ചറിലേക്കുള്ള വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫയറിംഗ് ആംഗിൾ കൂട്ടിയാൽ ആർമേച്ചറിലേക്കുള്ള വോൾട്ടേജ് കുറയും, സ്പീഡ് കുറയും. ഫയറിംഗ് ആംഗിൾ കുറച്ചാൽ ആർമേച്ചറിലേക്കുള്ള വോൾട്ടേജ് കൂടും, സ്പീഡ് കൂടും. ഇങ്ങനെയാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി AC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ. ഇതിൽ സിംഗിൾ ഫേസ് മോട്ടർ കാണിച്ചിട്ടുണ്ട്, 3 ഫേസ് മോട്ടർ കാണിച്ചിട്ടുണ്ട്. സിംഗിൾ ഫേസ് മോട്ടറിൽ സ്റ്റേറ്ററിലേക്ക് സപ്ലൈ 2 SCR വഴി കൊടുക്കുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ SCR 1 കണ്ടക്ട് ചെയ്യും വെൻ ഗേറ്റ് പൾസ് ഈസ് അപ്ലൈഡ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ SCR 1' കണ്ടക്ട് ചെയ്യും.
വെൻ ഗേറ്റ് പൾസ് ഈസ് അപ്ലൈഡ്. അങ്ങനെ നമുക്ക് ഈ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റേറ്ററിലേക്കുള്ള സപ്ലൈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ സിംഗിൾ ഫേസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇനി 3 ഫേസ് മോട്ടർ ആണെന്നുണ്ടെങ്കിൽ 3 പെയർ ഓഫ് തൈറിസ്റ്റേഴ്സ് ഉണ്ടാവും. ആർ ഫേസിൽ 2 എണ്ണം, 1 1 ഡാഷ്, ബി ഫേസിൽ 2 2 ഡാഷ്, വൈ ഫേസിൽ 3 3 ഡാഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് SCR അതിൻ്റെ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റേറ്ററിലേക്കുള്ള സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ ഇതുവരെ നോക്കിയതിൻ്റെ സമ്മറിയാണ്. SCR ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. ദർ ആർ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ: ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്, റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. 2 ways to turn on the SCR: 1 ഗേറ്റ് ട്രിഗറിങ്, 2 ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്യാം. പിന്നെ പറയാനുള്ളത്, ചെറിയൊരു ഗേറ്റ് കറണ്ട് വെച്ചിട്ട് നമുക്ക് വലിയ ലോഡ് കറണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് SCRൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. SCR ഗേറ്റ് പൾസ് ഉപയോഗിച്ചിട്ട് ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ ആനോഡ് ടു കാഥോഡ് കറണ്ട് അല്ലെങ്കിൽ ആനോഡ് കറണ്ട് ഫോർവേഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും കുറക്കണം. SCR AC-യിലും DC-യിലും സ്വിച്ചിങ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു. നന്ദി.